അങ്ങനെ നടന്ന് നമ്മൾ ഏകദേശം ഒരു 6 മണിയായപ്പോഴത്തേനും ദീപക് ഭായിയുടെ വീട്ടിലെത്തി. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് കയറി ചെന്നു. ദീപക് ഭായിയുടെ അച്ഛൻ, അമ്മ, വൈഫ്, കുട്ടികൾ, അങ്ങനെ എല്ലാവരും നമ്മളെ ഒന്ന് പരിചയപ്പെട്ടു. എല്ലാവരും ഭയങ്കര സ്വീകരണമായിരുന്നു. ചെന്ന് നിന്നപ്പോൾ തന്നെ അവരുടെ അമ്മ അപ്പം തന്നെ പശുവിനെ കറന്ന് പാലുണ്ടാക്കി ചായ കൊണ്ടുവന്നു. അങ്ങനെ ഒരു വളരെ ഒരു സ്വീകരണമായിരുന്നു നമ്മൾ ചെന്നപ്പോൾ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാരും ഞാൻ ആരാണ് എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നില്ല. ഞാൻ ഒരു ഗസ്റ്റ് വന്നു, ആ ഗസ്റ്റിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കേസിലാണ് അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവർ ആ കാര്യങ്ങളിലോട്ടൊക്കെയാണ്. അല്ലാണ്ട് അവർക്ക് ആകെ ചോദിക്കാനുള്ളത് നമ്മൾ ഓക്കെ ആണോ, നമുക്ക് ഇനി എന്താണ് വേണ്ടത്, നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ, ഒന്ന് ഒരു ചായയും കൂടി എടുക്കട്ടെ, അല്ലെങ്കിൽ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അല്ലാണ്ട് അവിടെ ഏകദേശം ഞാൻ ചെന്ന് മണിക്കൂറുകളായിട്ടും ഞാൻ ആരാണോ എന്താണെന്നുള്ളതോ എൻ്റെ കൂടെ നിൽക്കുന്ന ദീപുഭായിയുടെ അടുത്ത് ചോദിക്കുന്നില്ല. അത് നമ്മൾ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിൽ, നാട്ടിൽ ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ കൂടെ ഞാൻ ഒരു ഗസ്റ്റിനെ കൊണ്ടുചെല്ലുമ്പോൾ അതാരാണെന്നുള്ളത് എൻ്റെ വീട്ടിലുള്ളവരുടെ അടുത്ത് പറയേണ്ടതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്. പക്ഷേ അവർ അതും നോക്കാണ്ട് ഒരു ഗസ്റ്റ് വന്നു, അല്ലെങ്കിൽ കൂടെ വന്ന ഒരാൾക്ക് കൊടുക്കുന്ന ഒരു മര്യാദ, അല്ലെങ്കിൽ അതാരാ എന്താണെന്നൊന്നും അറിയാണ്ട് തന്നെ അവർ എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കുന്ന ഒരു ആദ്യ മര്യാദ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഞെട്ടിച്ചു പോകും. നമ്മളെ ഏറ്റവും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് അവിടുത്തെ ആൾക്കാരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള രീതിയിലാണ് നമ്മുടെ അടുത്ത് അവർ പെരുമാറുന്നത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഗഡ്വാൾ ഏരിയയിലെ ഒരു ഗ്രാമമായതുകൊണ്ട് തന്നെ ഗഡ്വാളി ഭാഷയാണ് ഇവിടെ ആൾക്കാർ സംസാരിക്കുന്നത്. ഇവർക്ക് ഹിന്ദി മനസ്സിലാവും. നമുക്ക് തമിഴ് അറിയാവുന്ന പോലെ തന്നെ ഇവർക്ക് ഹിന്ദി മനസ്സിലാവും. പക്ഷെ അവർക്ക് എഴുതാനോ വായിക്കാനോ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഹിന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ഗഡ്വാളിയിലാണ് അവർ നമുക്ക് റിപ്ലൈ തരുന്നത്. നമ്മൾ പറയുന്ന ഹിന്ദി അവർക്ക് മനസ്സിലാവും, പക്ഷെ അവർക്ക് ഒരുപാട് ആൾക്കാർക്കൊന്നും അറിയത്തില്ല. അങ്ങനെ ഒരു റിമോട്ട് ഗ്രാമമാണത്. പിന്നെ അവർക്ക് നമ്മുടെ കേരളം എന്ന് പറയുന്നൊരു സ്ഥലമൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് അറിയത്തുകൂടിയില്ല. അവിടെയുള്ള ഓരോ ആൾക്കാരുടെ അടുത്തും, പ്രായമുള്ള ആൾക്കാരുടെ അടുത്തും പരിചയപ്പെടുമ്പോൾ ഞാൻ ബാംഗ്ലൂർ ഭാഗത്തു നിന്നുള്ള ഒരാളാണ്, അല്ലെങ്കിൽ കർണാടക ബംഗളൂരു ഏരിയ എന്നാണ് പറയപ്പെടുന്നത്. അവർക്ക് കേരളം എന്ന് പറയുന്ന സ്ഥലമൊന്നും ഉണ്ടെന്നുള്ള ഒരു ഐഡിയ പോലും അവർക്കില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് തൊട്ടടുത്തുള്ള ഒരു ഗോതമ്പാടത്തിൻ്റെ അരിയിൽ നിന്നു. അപ്പോൾ തന്നെ ഏകദേശം ഒരു സൺസെറ്റ് ടൈമായിരുന്നു, ഏകദേശം സൂര്യൻ പോകുന്നൊരു ടൈം. അപ്പോൾ അവിടെ വരെ കുറച്ച് നേരം ദീപുഭായി ഇങ്ങനെ ഒരു കൈയൊക്കെ കെട്ടി നിന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, തൻ്റെ ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം, അല്ലെങ്കിൽ തൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ തൻ്റെ നാട്ടിൽ തന്നെ ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണെന്ന് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു. അതായത് ഇത്രയും സ്നേഹിക്കപ്പെടുന്ന ആൾക്കാരും ഫാമിലിയും നാട്ടുകാരുടെയും ഒക്കെ ഇടയിൽ നിന്ന് മറ്റൊരു സ്ഥലത്ത് പോയി ജീവിക്കുക എന്നുള്ളത് പുള്ളിനെ സംബന്ധിച്ചൊരു നിർഭാഗ്യകരമാണെന്നാണ് പറയുന്നത്. തൻ്റെ കൂടെ കളിച്ചു വളർന്ന കൂട്ടുകാരും ഫ്രണ്ട്സും എല്ലാം ഇതേ പ്രായമുള്ള ആൾക്കാരെല്ലാം പല സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുകയാണ്. അപ്പോൾ തൻ്റെ നാട്ടിൽ തന്നെ ജീവിക്കാൻ പറ്റുക, അവിടെ തന്നെ ഒരു ജോബ് കണ്ടെത്തി അവിടെ തന്നെ നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് പുള്ളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് പുള്ളി കാണുന്ന കാര്യം. ടൂറിസം ഒട്ടും എത്താത്ത ഈ ഒരു സ്ഥലം, അതായത് നമ്മൾ വരുന്ന ഹൈവേയിൽ കേദാർനാഥ് പോകുന്ന വഴിയിലോട്ടാണ് എല്ലാ ടൂറിസം സ്ഥലങ്ങളെല്ലാം വരുന്നത്. അതിൽ നിന്ന് മാറി വേറൊരു വഴിയിലാണ് ഈ ഒരു ഗ്രാമം, ഈ ഒരു പ്രദേശം മൊത്തം ഇരിക്കുന്നത്. അപ്പം ഇങ്ങോട്ട് ടൂറിസം ഒട്ടും വന്നിട്ടില്ല. ഇവിടെ ഒരു യാദൃശ്ചികമായിട്ട് വരും ടൂറിസ്റ്റുകൾ വരാറില്ല എന്ന് തന്നെ പറയാം. ഈ ഇവരുടെ പരിചയത്തിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരും മറ്റാവശ്യത്തിനും തീർത്ഥാടനവും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിട്ട് തന്നെയാണ് ഇവിടെ വരുന്ന ആൾക്കാരും ഭൂരിപക്ഷം. അപ്പം ഇവിടെ ഒരു ടൂറിസപരമായോ അങ്ങനെ എന്തെങ്കിലും തൊഴിൽ സാധ്യതയോ എന്തെങ്കിലും കൊണ്ടുവരാന്നുള്ളതാണ് പുള്ളിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെ സന്ധ്യ മയങ്ങിയപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ടേക്ക് വന്നു. വീട്ടിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ദീപുഭായിയുടെ സഹോദരി ഭക്ഷണം പാകം ചെയ്യുന്നുണ്ടായിരുന്നു. ഇവര് ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ പല ഫാമിലികളാണ് താമസിക്കുന്നത്. ഒരു കെട്ടിടത്തിനെ നമ്മൾ നോക്കുമ്പോൾ ഒരു വീടെന്ന് തോന്നുന്നിടത്ത് ഏകദേശം ഒരു 3-4 ഫാമിലി ഓളം താമസിക്കുന്നുണ്ടാവും പല മുറികളിലൊക്കെ ആയി. അപ്പം അതിലൊരു സഹോദരി ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ടായിരുന്നു. പുറത്തിരുന്നാണ് അവർ ഭക്ഷണം ഇപ്പോൾ പാകം ചെയ്യുന്നത്. ഞാൻ പോയത് സമ്മർ ടൈമിലായതുകൊണ്ട് അവർ ഉള്ളിൽ ചൂടായതുകൊണ്ട് പുറത്തിരുന്നാണ് ഭക്ഷണം പാകം ചെയ്തത്. പക്ഷേ ഞാൻ ഏകദേശം ടെമ്പറേച്ചർ നോക്കുന്ന സമയത്ത് 16 ഡിഗ്രിയാണ് കാണിക്കുന്നത്. ഞാൻ തണുത്ത് കുറച്ച് ജാക്കറ്റ് ഇട്ട് നിൽക്കുന്ന സമയത്താണ് ഇവർ ചൂടാന്ന് പറഞ്ഞ് ഭക്ഷണം പുറത്ത് പാകം ചെയ്യുന്നത്. ചപ്പാത്തിയും കോളിഫ്ലവറുമാണ് ഇന്നത്തെ ഭക്ഷണം. ഈ ഭക്ഷണം പാകം ചെയ്യുന്ന ദീപുഭായിയുടെ സഹോദരി എന്ന് പറഞ്ഞൊരു +2 പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഇവിടെയുള്ള ആൾക്കാർ പൊതുവേ ഉത്തരാഖണ്ഡിലുള്ള ആൾക്കാർ എഡ്യൂക്കേഷന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. കുട്ടികൾക്ക് മാക്സിമം വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. ഏകദേശം നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് അവിടെയുള്ള ആൾക്കാർക്കുള്ളത്. പിന്നെ അവരെ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്വാളിറ്റി ഉള്ള ഒരു എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അവിടെയുള്ള ടീച്ചർമാരൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ പല സംസ്ഥാനത്തു നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരൊരു നേർച്ച കഴിക്കുന്ന പോലെ ഒന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് എങ്ങനെയെങ്കിലും കടന്നു പോകാൻ, അല്ലെങ്കിൽ അവർക്കൊരു വിദ്യാഭ്യാസം കൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരിക, അങ്ങനെ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ക്വാളിറ്റി
വാല്യുവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒട്ടും ശ്രദ്ധയില്ല. അതാണ് അവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ സംസാരിച്ചിരിക്കവേ തന്നെ ഈ ദീപുബായിയുടെ അമ്മ ഒന്ന് കൈ കഴുകി ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറഞ്ഞു. നമ്മൾ നേരെ കൈ കഴുകിയൊക്കെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ റെഡിയായിട്ടിരുന്നു. ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ അടുക്കളയിൽ തന്നെയാണ്. അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനത് ഹിമാലയൻ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ശൈലിയിൽ നിലത്തുള്ള അടുപ്പാണ്. ആ അടുപ്പിനോട് ചേർന്ന് തന്നെ ഒരു പാവിരിച്ച് അവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ദീപുബായിയുടെ അമ്മ നമ്മളെ ഭയങ്കരമായിട്ടാണ് പരിചരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും വേണോ, നമുക്കൊരു ചപ്പാത്തി എക്സ്ട്രാ എടുത്തിടുന്നതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എപ്പോഴും ദീപുബായിയോട് ചോദിക്കുന്നുണ്ട് ആൾക്ക് വേറെ എന്തെങ്കിലും വേണോ, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. വീട്ടിലെ എൻ്റെ അമ്മേനെ കുറിച്ചൊക്കെ എന്താണ് വിശേഷം, എന്തെടുക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ദീപുബായി വഴി എൻ്റെ അറിയാൻ വേണ്ടി അവരൊരുപാട് ക്യൂരിയസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇവരുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഫുഡാണ്. നമ്മളെപ്പോലെ ഒരുപാട് മസാല കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വളരെ ഒന്ന് ജസ്റ്റ് വെജിറ്റബിൾ ഒന്ന് കുക്ക് ചെയ്ത് ഒന്ന് ആ സമയത്ത് തന്നെ എന്തെങ്കിലും ഉപ്പ്, മഞ്ഞൾപ്പൊടി, പേരിന് മാത്രം മുളക്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരുപാട് മസാലയൊന്നും ഇല്ലാണ്ട് വളരെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇവരുടെ ഭക്ഷണ രീതി മൊത്തം പോകുന്നത്. അങ്ങനെ ഒരു 8 മണിയായപ്പോഴത്തേനും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കൈ കഴുകി സെറ്റായിട്ട് ഇറങ്ങി. അപ്പോഴത്തേനും പിന്നെ എല്ലാവരും ഉറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. ഇവിടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഉറക്കത്തിലോട്ട് കയറിയിരിക്കും. അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇവർ ഫോളോ ചെയ്യുന്ന ആൾക്കാർ. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ ഇവിടെ വന്യമൃഗങ്ങൾ ഇറങ്ങും. പുലി, കടുവ, കാട്ടുപോത്ത് അങ്ങനെ എല്ലാ സാധനവും രാത്രി ഗ്രാമത്തിൻ്റെ ഉള്ളിക്കൂടെ വരെ ഇറങ്ങുന്ന ഒരു പതിവുള്ളതാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് രാത്രി ഒട്ടും സേഫ് അല്ല പുറത്തോട്ട് ഇറങ്ങി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാർ ഏകദേശം ഒരു 9 മണിയാകുമ്പോൾ ഉറങ്ങിയിരിക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ 8:30 കഴിയുന്നതോടുകൂടി കിടക്കുകയാണ്. അങ്ങനെ ഞാൻ റൂമിലോട്ട് പോകുന്ന സമയത്ത് ദീപുബായി എൻ്റെ അടുത്ത് പറഞ്ഞു, ടോയ്ലറ്റിലൊക്കെ പോകാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് കിടന്നോ, രാത്രി ഇറങ്ങാൻ നിൽക്കണ്ട, ഇറങ്ങുന്ന ഒട്ടും സേഫ് ആയിട്ടുള്ള കാര്യമല്ല. ഇവിടെ രാത്രി കടുവ, കാട്ടുപോത്ത് ഒക്കെ സ്ഥിരമായിട്ട് ഇറങ്ങുന്ന സ്ഥലമാണ്. കരടിയൊക്കെ എപ്പോഴും ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് രാത്രി ഇറങ്ങണ്ട. അഥവാ റൂമിൽ കയറി കുറ്റിയിട്ടതിന് ശേഷം എന്തെങ്കിലും സൗണ്ട്, ഡോർ മുട്ടുന്ന പോലെ മാന്തുന്ന പോലെ സൗണ്ട് ഇട്ടാലും ഒരു കാരണവശാലും തുറക്കാൻ നിൽക്കരുത്. മിക്കവാറും കരടിയായിരിക്കും. അങ്ങനെ തുറക്കേണ്ട ഒരു ആവശ്യം എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ജനൽ തുറന്ന് പുറത്ത് നോക്കി സേഫ് ആണെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ അതൊരു ആരാണെന്ന് നോക്കി കൺഫേം ചെയ്തിട്ട് മാത്രമാണ് പുറത്തിറങ്ങാറുള്ളൂ എന്ന് പറഞ്ഞു. ഞാനിത് കേട്ടോ അവിടെ ഞെട്ടിത്തിരിച്ച് നിൽക്കുകയാണ്. കാരണം അപ്പം തന്നെ ആ സ്ഥലത്തിൻ്റെ ഒരു മട്ടും ഭാവമൊക്കെ മാറിയായിരുന്നു. ഭയങ്കര തണുപ്പായി, ആൾക്കാരെല്ലാം ഉള്ളിൽ കയറി. അത്രയും നേരം ലൈവായിട്ടിരുന്ന ഗ്രാമം ആൾക്കാരെല്ലാം പോയി ഒഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ കയറി ഏകദേശം ഉറങ്ങിയ എന്നുള്ള സിറ്റുവേഷനാണ് 9 മണിക്ക് ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഞാൻ നേരെ റൂമിലെത്തി കിടന്നുറങ്ങി ഏകദേശം ഒരു 2:30 ആയപ്പോഴത്തേനും ഉറക്കം എണീച്ചു. കാരണം നമ്മൾ നാട്ടിൽ ഇത്രയും നേരം ഒന്നും ഉറങ്ങി ശീലമില്ലല്ലോ. അങ്ങനെ ഞാൻ ഒരു 2:30 ആയപ്പോൾ എണീച്ചു. നമുക്ക് പുറത്തോട്ടേക്ക് ഇറങ്ങാനും നിർവാഹമില്ല. പുറത്ത് എന്ത് അക്രമമാണ് നടക്കുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് നാട്ടിൽ നമ്മൾ എന്ത് സേഫായിട്ടാണ് കിടക്കുന്നതെന്നൊക്കെ. അങ്ങനെ ദീപുബായി രാവിലെ തന്നെ ഒരു കട്ടനായിട്ട് വന്ന് വിളിച്ചെണീപ്പിച്ചു. പോയി എല്ലാവരുടെ അടുത്തും പോയി പ്രണാമമൊക്കെ പറഞ്ഞു. അവർ തമ്മിൽ പ്രണാമം പറയുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാ ദിവസവും എല്ലാവരുടെ അടുത്തും പ്രണാമം പറയും. അതായത് ഇപ്പോൾ വീട്ടിലുള്ള അച്ഛനും മകനും ആണെങ്കിൽ കൂടെ എല്ലാ ദിവസവും എണീക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണാമം പറയും. അതായത് പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആൾക്കാരെ കാണുമ്പോൾ മാത്രമല്ല ഇവർ പ്രണാമം പറയുന്നത്. ഇവരുടെ ഫാമിലിയുടെ ഉള്ളിൽ തന്നെ, ആ ഉള്ളിലുള്ള മെമ്പേഴ്സിൻ്റെ അടുത്ത് തന്നെ, ഏറ്റവും അടുത്ത് ബന്ധമുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെ എല്ലാ ദിവസവും രാവിലെ എണീച്ച് വരുമ്പോൾ പ്രണാമം പറയുന്നുണ്ട്. ഇവർ റെസ്പെക്ട് എന്ന് പറയുന്ന കാര്യം ഉത്തരാഖണ്ഡുകാരുടെ ഒരു കൾച്ചറലി റൂട്ടഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ചായ കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ തൊട്ടടുത്തുള്ള കൃഷിയിടങ്ങളിലോട്ടേക്ക് പോയി. കൃഷിയിടങ്ങൾ എന്ന് പറയുമ്പോഴത്തേനും ഇവരുടെ മെയിനായിട്ടുള്ള കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പാണ്. ഗോതമ്പും നെല്ലും, ഇത് രണ്ടും മാറി 6 മാസം നെല്ലും 6 മാസം ഗോതമ്പും, ഇങ്ങനെയാണ് അവരുടെ ഒരു കൾട്ടിവേഷൻ. പിന്നെ സവോള, കിഴങ്ങ്, വെളുത്തുള്ളി, ക്യാബേജ്, കോളിഫ്ലവർ, അങ്ങനെ എല്ലാ പച്ചക്കറികളും ഉണ്ട്. ഇവർ പുറത്തുനിന്ന് ഫുഡൊന്നും അങ്ങനെ മേടിക്കാറില്ല. അതായത് പച്ചക്കറി സാധനങ്ങളൊന്നും പുറത്തുനിന്ന് മേടിക്കാറില്ല. എല്ലാ സാധനവും ഓൾമോസ്റ്റ് അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവർ കൃഷി ചെയ്യുന്നുണ്ട്. അതായത് സവോള, ഉള്ളി കാര്യങ്ങളെല്ലാം അവർ കൃഷി ചെയ്യുന്നുണ്ട്. ഭക്ഷണം സാധനങ്ങൾ ഒന്നും പുറത്തുനിന്ന് മേടിക്കുന്നില്ല. അവർ പുറത്തു പോയി മേടിക്കുന്ന കാര്യങ്ങളെല്ലാം അതിനും പുറമേയുള്ള സോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവർക്കൊരു മാസത്തെ ചിലവെന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ ഈ കൃഷിയിടങ്ങളിലോട്ടേക്ക് വന്യമൃഗങ്ങൾ കയറാണ്ടിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേകതരം ചെടി ഇവർ ഈ ബോർഡറിൽ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതൊരു പ്രത്യേക എഫക്റ്റാണ്, ഒരു ഷോക്കടിക്കുന്ന എഫക്റ്റാണ്. ഷോക്കടിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക, അത് ആ മുള്ളിൽ നമ്മുടെ കയ്യോ മേലെ എവിടെയെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം ഒരു വേദന ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുക. ഒരു മുള്ളു കുത്തുന്ന പോലെയൊന്നുമല്ല, അതിങ്ങനെ ഒരു വേദന, ഒരു സാധനം, ഒരു ചൊറിഞ്ഞ് ഒരു പ്രത്യേക ഒരു വേദന ഇങ്ങനെ നമ്മുടെ മേത്തോടെ സ്പ്രെഡാകുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്കുള്ളത്. മഞ്ജഫ് ഗ്രാമത്തിൻ്റെ കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന വിശേഷങ്ങളാണ് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സോ വീഡിയോ മിസ്സാകാണ്ടിരിക്കാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സീ ഓൺ നെക്സ്റ്റ് വീഡിയോ.